ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി DNA ടെസ്റ്റ് വിഷ്ണു ചെയ്യുന്നുണ്ടല്ലോ, അത് വരാനിരിക്കുന്ന എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിഷ്ണു തൻ്റെ ശാലിനിയെ തനിക്കരികിൽ ചേർത്ത് പിടിക്കാൻ തനിക്ക് യാതൊരു മാർഗവുമില്ലെന്ന് കാണുമ്പോൾ തൻ്റെ മുന്നിൽ തെളിഞ്ഞ വഴിയാണ് DNA ടെസ്റ്റ് കേട്ടോ. അങ്ങനെ സത്യയുടെ DNA ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിഷ്ണു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സത്യയുടെ DNA ടെസ്റ്റ് നടത്തുന്നത്. അങ്ങനെ വിഷ്ണു അതിൻ്റെ റിപ്പോർട്ട് വരികയാണല്ലോ. ആ റിപ്പോർട്ട് വരുന്ന ആ ദിവസം വിഷ്ണു ഇങ്ങനെ സത്യഭാമക്ക് മുന്നിലാണ് ആ റിപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ സത്യഭാമ, എന്താ മോനെ ഇത്, എന്ത് റിപ്പോർട്ടാണ്? അത് ലാബിൽ ഞാനൊന്ന് പരിശോധിക്കാൻ കൊടുത്തിരിക്കുന്നു. എന്ത് പരിശോധിക്കാൻ? അതൊക്കെ ഉണ്ട് അമ്മേ എന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം സത്യഭാമ പറയണേ, എന്ത് പരിശോധനയാണ്? മൊത്തത്തിലുള്ള ചെക്കപ്പാണ്? നിനക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് മോനെ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കണം. അപ്പോൾ ശാലിനിയും കാർത്തികയൊക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കാർത്തികയ്ക്ക് മധുശ്രീ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ. എടി കാർത്തി, ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വിഷ്ണു എന്ന് പറയുന്നവൻ ആരും അറിയാതെ DNA ടെസ്റ്റിന് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇടപെടും മുൻപേ നിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അത് നീ തടയണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അത് വിഷ്ണുവിൻ്റെ കൈകളിൽ അകപ്പെടുകയാണ്. അങ്ങനെ യാതൊരു പാകവുമില്ല. കാരണം വിഷ്ണുവിൻ്റെ കൈകളിൽ അകപ്പെട്ടത് കൊണ്ട് തന്നെ തനിക്ക് ഈ DNA ടെസ്റ്റിൻ്റെ ഈ റിപ്പോർട്ട് തനിക്ക് മാറ്റാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ കാർത്തിക ആകെ പെട്ടുപോവാണ്. വിഷ്ണു ഇതിങ്ങനെ പൊട്ടിച്ച് വായിക്കാൻ നോക്കണം. അപ്പോൾ ശാലിനി ആണെങ്കിലോ വിഷ്ണു ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണ്. ഈശ്വര, ഇനിയിപ്പോൾ ഈ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് തിരിച്ചാണെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ. അത് വേണ്ട, അത് തിരിച്ചാണെങ്കിൽ എൻ്റെ ശാലിനിയെയും എന്നെയും ഈ സമയം അമ്മ എന്തെങ്കിലും ഒരു തീർപ്പുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ആരും അറിയാതെ ഷെൽഫിൽ വെച്ച് നോക്കാം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം റൂമിൽ വെച്ച് നോക്കാം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് ഇങ്ങനെ വിഷ്ണു കേട്ടോ. അങ്ങനെ പിന്നീട് വിഷ്ണു സത്യാമ്മ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയണമല്ലോ, നീ എന്താണെങ്കിലും റിപ്പോർട്ട് തുറക്കടാ വായിക്കടാ എന്നൊക്കെ പറയുമ്പോൾ അമ്മേ അതിനൊന്നും ആവശ്യമില്ല, ഞാൻ പിന്നെ പതിയെ നോക്കിക്കോളാം. ഞാൻ വെറുതെ അങ്ങനെ പോയപ്പോൾ ഒരു ബ്ലഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ റിപ്പോർട്ടൊന്ന് എൻ്റെ മൊത്തത്തിലുള്ള ഒരു ചെക്കപ്പ് നോക്കി, അത്രയേ ഉള്ളൂ, അത് കാര്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സത്യഭാമയെ അങ്ങ് വാക്കുകൾ കൊണ്ട് സത്യഭാമയെ അങ്ങ് വീഴ്ത്താണ് കേട്ടോ. ഇതേ സമയം സത്യഭാമ ഓക്കെ എന്നൊക്കെ പറയാണ്. അങ്ങനെ വിഷ്ണു അത് തൻ്റെ റൂമിനുള്ളിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഈ സമയം വിഷ്ണു അത് കൊണ്ടുവെക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ നാലുപുറം നോക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഇനി ആരെങ്കിലും പിടിക്കപ്പെടുമോ എന്നൊക്കെ ആ ഒരു ഇതോടുകൂടി വിഷ്ണു ഇങ്ങനെ കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ശാലിനിയുടെ ശ്രദ്ധയിൽ അത് പെടുകയാണ്. ഈ വിഷ്ണു എന്താ ഈ കാണിക്കുന്നത്, വിഷ്ണു എന്തിനാ ഇങ്ങനെ പിറകിലോട്ട് ഇങ്ങനെ നോക്കുന്നത്, വിഷ്ണു ഏട്ടനെ എന്താ പറ്റിയത് എന്നുള്ള ആ ലെവലിൽ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് വിഷ്ണു കാണുന്നില്ല. ഇതേ സമയം കാർത്തികയാണെങ്കിലോ അവളാണെങ്കിലോ ഇവൻ്റെ പിറകിലുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഈ രാക്ഷസിക്ക് വല്ലാത്ത സംശയം തന്നെയാണ്. എന്തായാലും അവളുടെ കൈകളിൽ അത് കിട്ടുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ട് അത് എടുക്കാൻ നോക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ വിഷ്ണു തിരികെ അത് കൊണ്ടുവച്ചിട്ട് റൂമിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഈ സമയം ശാലിനി എന്ത് ചെയ്യുന്നു, വിഷ്ണു വരുന്നു എന്ന് കാണുമ്പോൾ ശാലിനി പിന്നീട് ശ്യാമയുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിൽ വിഷ്ണുവിനെ കാണാതെ ഒരു ടേബിളിനടിയിലോട്ട് ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വിഷ്ണു അങ്ങ് താഴോട്ട് പോവുകയും ചെയ്തു. ഇതേ സമയം കാർത്തിക, ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ അവസരം, ആ റിപ്പോർട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കത്തിക്കണം, അതെങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചു മാറ്റണം, അതിനെന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഈ സമയം കാർത്തിക അതിങ്ങനെ ചിന്തിച്ച് നിൽക്കണ്ട, ഇപ്പം തന്നെ അടിച്ചു മാറ്റാം, അതായിരിക്കും നല്ലതെന്ന് കരുതിയിട്ട് കാർത്തിക വിഷ്ണുവിൻ്റെ റൂമിലോട്ട് ഇങ്ങനെ പതിയെ ഒരു പൂച്ചയെ പോലെ നാലുപുറം ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകണ്ട. അതിലെന്നെ ഇങ്ങനെ പെട്ടെന്ന് ശാലിനി റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഈ ഒരു കാഴ്ച കാണാണ്. ഇവളെന്തിനാ ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ റൂമിൽ കയറുമ്പോൾ നാലുപുറം ചെക്ക് ചെയ്യുന്ന ആവശ്യം ഇവൾക്ക് എന്താ എന്നിങ്ങനെ ശാലിനി ചിന്തിക്കുക. അപ്പോഴേക്കും ശ്യാമ, എന്താ കുഞ്ഞേച്ചി ആ ഡോറിൻ്റെ അരികിൽ തന്നെ നിന്നത് എന്ന് പറയുമ്പോൾ നീ ഇങ്ങ് വന്ന് നോക്കിയെന്ന് പറയണം. അപ്പോഴേക്കും ശ്യാമ പെട്ടെന്ന് ആ കട്ടിലിൽ നിന്ന് എണീറ്റ് ഓടി വരികയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച കാർത്തിക് ഇങ്ങനെ വിഷ്ണുവിൻ്റെ റൂമിൽ പതിയെ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടതിനോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക്
വരുമ്പോഴേക്ക് ഇങ്ങനെ ശാലിനി പറയണ വാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ശാലിനിയും ഈ പറയുന്ന ശ്യാമയും കൂടിയിട്ട് ഈ കാർത്തികയെ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ കാർത്തിക കാണാം ഷെൽഫിൽ നിന്നും ആ ഒരു പേപ്പർ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വിഷ്ണു എന്തോ കാര്യമായിട്ടുള്ള എന്തോ ഒരു ചെക്കപ്പ് നടത്തിയിരിക്കുകയാണല്ലോ ശ്യാമയെ. അതിനി ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ചെക്കപ്പ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ ആ കടലാസ് എടുക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞേച്ചി ഇവളെ ഇങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല, ഇവളെ നമുക്ക് നല്ല അടി കൊടുത്താലോ, ഇരുട്ടടി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആരും അറിയാത്ത ഒരു അടി ഇവൾക്ക് കൊടുത്താലോ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയെന്നിങ്ങനെ ശാലിനി ചോദിക്കുക. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയുകയാണ് അതിനൊരു വഴിയുണ്ട് കുഞ്ഞേച്ചി, ഞാൻ പറയുന്ന പോലെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ചെയ്യുമെന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം ശ്യാമ എന്ത് ചെയ്യുന്ന ഈ ഒരു പുതപ്പുണ്ടല്ലോ, അതായത് ഈ ഒരു കാർത്തിക ഈ ഒരു പേപ്പർ എടുത്ത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ശ്യാമ പിറകിൽ വന്ന് ഈ പുതപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും പൊന്നി ഓടി വരിക. എന്താന്ന് ചോദിച്ചു പൊന്നി ഓടി വരിക. അപ്പോൾ പൊന്നിയോട് പറയും മിണ്ടല്ലേ തുടങ്ങിക്കോ എന്ന് പറയട്ടോ. ഇതേ സമയം ശ്യാമ ഈ ആരെങ്കിലും വരുമ്പോഴേക്കും ശ്യാമ കട്ടിലോട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ പൊന്നി ഓടി വന്നിട്ട് പൊന്നിയോട് അടിക്കാൻ വേണ്ടി പറയണം. അങ്ങനെ ശാലിനിയും പൊന്നിയും കൂടി പുതപ്പിനുള്ളിൽ കാർത്തിക അങ്ങ് ചുറ്റി വരിഞ്ഞിട്ട് തലങ്ങും വിലങ്ങും ഇട്ടിട്ട് പുതപ്പിനുള്ളിലിട്ട് അടിക്കണ്ടിട്ട്. അപ്പോഴേക്കും രോഹിത്ത് ബഹളം കേട്ട് വരികയാണ്. അപ്പോൾ രോഹിത്ത് എന്താന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയും ഇത് ഇവളാണ് കൊടുക്കുക എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ രോഹിത്തിന് കാര്യങ്ങൾ പിടികിട്ടി. അങ്ങനെ രോഹിത്ത് വേഗം ഇവളാണെന്ന് മനസ്സിലാക്കി രോഹിത്ത് കണക്കിന് കൊടുക്കണേട്ടാ. അപ്പോഴേക്കും വിഷ്ണു ഓടി വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഓടി വരുമ്പോൾ എന്താ ഇവിടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിഷ്ണുവിനോട് പറയും ഈ റൂമിൽ മോഷ്ടിക്കാൻ വേണ്ടി ഒരു കള്ളൻ വന്നിരുന്നു, അലമാറയിൽ നിന്ന് എന്തൊക്കെ പേപ്പർ എടുക്കുന്നത് കണ്ടു, വിഷ്ണുവായിട്ട് ചെക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ആ ഒരു DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ ആലോചിക്കാണ് കേട്ടോ. അതാര് എന്ന് ചോദിക്കും. അതൊന്നും അറിയില്ല, ഈ റൂമിൽ വരുമ്പോൾ ഞാൻ ബാക്കിലൂടെ പുതപ്പിട്ടിട്ട് അവളെ അടിക്കുകയാണ്, എന്തെങ്കിലും കണക്കിന് കൊടുത്തോ, ഇവളിവിടെ നിന്ന് നമ്മുടെ കൈകളിൽ നിന്നും അടി നിർത്തി കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാൻ പാടില്ല, അടി കിട്ടി ഇവൾ ഒരു ഇഞ്ച് പോലും നടക്കാൻ പാടില്ല എന്ന് പറയട്ടോ. അത് കേട്ടില്ല വിഷ്ണുവിന് അങ്ങ് ദേഷ്യം പിടിക്കാൻ. വിഷ്ണുവിന് പിന്നെ കലിയടക്കാൻ കഴിയില്ല. വിഷ്ണു അങ്ങ് കൊടുക്കണം കേട്ടോ. തലങ്ങും വിലങ്ങും ഇട്ടിട്ട് വിഷ്ണുവിൻ്റെ വക അങ്ങ് കിട്ടുകയാണ്. ഇതേ സമയം വിഷ്ണു അങ്ങ് പൊട്ടിക്കുമ്പോൾ ശരിക്കും വേദനിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വേദനാവുന്നേ എന്നിങ്ങനെ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ അടിയുടെയും ബഹളത്തിൻ്റെയും ശബ്ദം കൊണ്ട് തന്നെ അത് കാർത്തികയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോവാണ്. എന്നാൽ ഈ സമയം ബഹളം കേട്ട് സത്യഭാമയും രാഘവനും പിള്ളയൊക്കെ ഓടിയെത്താണ്. എന്താ ഇവിടെ ഇത്രയും ബഹളം, എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതെ വിഷ്ണുവേട്ടൻ്റെ റൂമിൽ ഒരു കള്ളം കയറിയിരിക്കുന്നു, വിഷ്ണു കൊച്ചിൻ്റെ റൂമിൽ ഒരു കള്ളം കയറിയിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർ മാറി സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അത് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. ആഹാ അത്രക്കായോ, എൻ്റെ വീട്ടിൽ ഒരു കള്ളനോ, എല്ലാ വീട്ടിലെയും പ്രശ്നം പരിഹരിക്കുന്ന ഞാനുള്ള ഈ വീട്ടിൽ കള്ളനോ, എൻ്റെ വിഷ്ണു കൊച്ചുള്ള ഈ വീട്ടിൽ കള്ളനോ, അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, കണക്കിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് താലങ്ങും വിലങ്ങും ഇട്ട് അങ്ങ് കൊടുക്കണം കേട്ടോ. ഈ സമയം പിള്ളെ വഴുകണ്ട, നല്ല കൊടുക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പിള്ളയും അങ്ങനെ മാറി കൊടുക്കുക. പിന്നീട് കാർത്തികയ്ക്ക് വേദന സഹിക്കാനാവാതെ എല്ലാവരും ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് ഇത് ഞാനാണ് എന്ന് പറയാൻ കേട്ടോ. അതോടുകൂടി സത്യഭാമയും വിഷ്ണു ആകെ ഞെട്ടി നിൽക്കാണ്. ഇതേ സമയം വിഷ്ണു ചോദിക്കും എന്താ നിന്നെ എന്തിനാ ഇങ്ങനെ ഇതാക്കിയത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ വേഗം അങ്ങ് പറയാണ്, ശാലി പറയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വിഷ്ണുവേട്ടൻ്റെ റൂമിൽ ഈ അലമാറയിൽ നിന്നും എന്തോ ഒരു പേപ്പർ എടുക്കുന്നത് ഇവൾ കണ്ടു. എന്നിട്ട് ഇവൾ ഈ ഒരു കള്ളൻ ഈ പേപ്പർ എടുത്ത് ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഞാനൊന്നും നോക്കിയില്ല, ഒരു കവറൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് പുതപ്പിട്ട് അടിച്ചതാണെന്ന് പറയട്ടോ. അപ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഇവളാൾ കൊള്ളാലോ, ഇവൾ എൻ്റെ ഈ പറയുന്ന ഈ ഒരു DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ വന്നതാണല്ലേ, അപ്പോൾ ഇവൾ ശത്രുവാണ്, എൻ്റെ മിത്രമല്ല, മിത്രമെന്ന് കരുതിയിട്ട് ശത്രുവിനെ ഞാൻ കൂട്ടുപിടിച്ചിരിക്കുന്നതെന്ന് സത്യം വിഷ്ണു മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ അടി എല്ലാവരിൽ നിന്നും കാർത്തികയ്ക്ക് കിട്ടുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് കേട്ടോ.